വഴിയൊരുക്കിയ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി ചർച്ച് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സതീഷ് വിൽസൺ അവർകൾ, ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി ചർച്ച് മാഞ്ചാങ്കുഴി ചർച്ച് പാസ്റ്റർ സി ബാബു അവർകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം, സഭാവിശ്വാസികൾ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് സഹകരിക്കുന്ന, ആത്മാർത്ഥമായി സഹകരിക്കുന്ന, വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠദാസന്മാർ, മനോഹരമായ ആത്മീയഗീതങ്ങൾ കർത്താവിൽ ആലപിച്ച് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാവകാശമൊരുക്കിയ കൊയർ ടീം അംഗങ്ങൾ, ഇവിടെ ഈ ശബ്ദവും വെളിച്ചവും ഇങ്ങനെ ഈ പന്തലുമൊക്കെ ഒരുക്കി കാലാവസ്ഥയുടെ പ്രതികൂലം എന്തെങ്കിലും വന്നാൽ അതിൻ്റെ മധ്യത്ത് നമുക്കായിരിക്കുവാൻ അത്തരത്തിൽ ക്രമീകരണം ചെയ്ത വ്യക്തിത്വങ്ങൾ, ഇതിനുവേണ്ടി പെർമിഷൻ തന്ന ഉദ്യോഗസ്ഥർ, അതിലൊക്കെ ഉപരിയായി അടുത്തും അകലത്തുമായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല സഹോദരങ്ങൾക്കും പ്രാരംഭമായി ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം ചാത്തന്നൂരാണ്. 1993 ഈ കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ. ഇവിടെ സുവിശേഷ യോഗത്തിന് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ അനുഭവം കൂടെ പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞു. എന്നാലും അതിൻ്റെ മധ്യേ ഞാനത് ചെയ്യാം. എന്നാലും കർത്താവിൻ്റെ വചനം അത് നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. കാരണം സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹവും നമുക്ക് ഒരു പ്രബോധനമൊക്കെ ആകും. എന്നാൽ ഏത് പ്രതികൂല പ്രതിബന്ധ ഘട്ടങ്ങളിൽ നമ്മളെ നിർത്തുന്നത് കർത്താവിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനമാണ് നമുക്ക് ഏറ്റവും നമ്മളെ ബലപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും. എന്നാലും ആർക്കും ആരുടെ അനുഭവങ്ങളെ കണ്ണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അനുഭവങ്ങളും അതിനോടൊപ്പം കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ഇന്ന് നാളെയുള്ള ചിന്തയ്ക്കായിട്ട് കർത്താവിൻ്റെ മനസ്സിൽ തന്ന വാക്യം നമ്മുടെ നോട്ടീസുള്ള വാക്യം തന്നെ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അളകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സൃഷ്ടാവായ ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുകയാ. കർത്താവേ, ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾ ഒത്തിരി പരിമിതികളുള്ളവരാ. എന്നാൽ അങ്ങയുടെ വചനത്തിന് യാതൊരു പരിമിതിയും ഇല്ലാത്തതിനാൽ അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയ്ക്ക് നന്ദി കരയറ്റുകയാണ്. കർത്താവേ, അങ്ങാണല്ലോ ഓരോ വ്യക്തികളെയും ചമച്ചത്, അങ്ങാണല്ലോ ഹൃദയങ്ങളെ അറിയുന്നത്. അങ്ങയ്ക്ക് ദേശത്തോട് സംസാരിക്കാനുള്ളത് സംസാരിക്കുവാൻ, അങ്ങയ്ക്ക് ദേശത്തോട് അറിയിക്കാനുള്ളത് അറിയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ ആയുധമായി, അവിടുത്തെ മുഖാന്തരമായി ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ ഭൃത്യന്മാർ, കർത്താവെ, അവരാരും അടിയനേക്കാൾ ഒട്ടും കുറഞ്ഞവരല്ല. എന്നാൽ ഞങ്ങളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കാൻ, ഒരു രാജ്യത്തിൻ്റെ അവകാശികളായിരിക്കാൻ, ഒരപ്പൻ്റെ മക്കളായിരിക്കാൻ, ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കാൻ അടിയങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് നന്ദി കരയറ്റുന്നു. സർവ്വമഹത്വം അവിടുന്ന് തന്നെ എടുക്കണം. അങ്ങേക്ക് സംസാരിക്കാനുള്ളത് ഞങ്ങളുടെ സംസാരിക്കുവാൻ അവിടുത്തെ മുഖാന്തരങ്ങളായി ഞങ്ങളെ മാറ്റണം. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അങ്ങ് തന്നെ എടുക്കണം. അവിടുത്തെ ദൈവരാജ്യം അങ്ങ് വെളിപ്പെടുത്തണം. എല്ലാ മഹത്വവും അങ്ങ് എടുത്താട്ട് രാജാവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി കരയറ്റുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു.
ദൈവം ഉണ്ടായി കേൾക്കണം. സ്വർഗസ്ഥനെ ഞങ്ങളുടെ പിതാവേ, ആമേൻ. നമ്മൾ വായിച്ച വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് ആദ്യമായിട്ട് പ്രസംഗിച്ചു തുടങ്ങുന്ന വാക്യമാണ്. 4 സുവിശേഷങ്ങളിൽ ആദ്യമായിട്ട് എഴുതുന്ന സുവിശേഷം വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. അതിൽ തന്നെ അവിടുന്ന് പ്രസംഗിച്ചു തുടങ്ങുന്ന ആ തുടക്കമാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. 6 വിഷയങ്ങളാണ്. 1, കാലം തികഞ്ഞു. എന്താണ് കാലത്തികവ്? 2, ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? 3, ദൈവരാജ്യം എങ്ങനെ സമീപിച്ചു. 4, മാനസാന്തരം. 5, സുവിശേഷം. 6, വിശ്വാസം. ഹല്ലേലൂയ. ഒരാഴമേറിയ വിഷയങ്ങളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കർത്താവ് തുടങ്ങുന്നത് ഇങ്ങനെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രസംഗിച്ച് തുടങ്ങുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ പറഞ്ഞുറപ്പിച്ചതും ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന് വളരെ ആഴമേറിയ പ്രസക്തി ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഒന്നോർത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ദൈവം നടത്തുന്നത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകർ ഈ കാലങ്ങളിൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊരു മതം മാറ്റമാണ്. പക്ഷേ ആത്മാർത്ഥമായി പറയട്ടെ, മതം മാറിയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പ്രൈസ് ദി ലോർഡ്. മനം മാറണം. ഹല്ലേലൂയ. അതേപോലെ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി ചിന്തിക്കുന്ന ചിന്തകളാണ് യേശുവിനെ അറിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന്. ഹല്ലേലൂയ. അനേകർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശുവിനെ അറിഞ്ഞപ്പം നിനക്കെന്ത് കിട്ടി? പക്ഷേ കർത്താവിനോട് ഒരുവൻ പറഞ്ഞു, കർത്താവെ, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞൊരു കാര്യം, പക്ഷികൾക്ക് എന്തുണ്ട്? കൂടുകളുണ്ട്. അതേപോലെ പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, കുറുനരികൾക്ക് അതിൻ്റെ മാളങ്ങളുണ്ട്. പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് തലചായ്ക്കാനൊരിടം കിട്ടുമെന്ന് കരുതി നീ എന്ത് ചെയ്യണ്ട? കർത്താവിനെ അനുഗമിക്കണ്ട. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ വ്യക്തമായ ഉത്തരം. അതാ. പ്രൈസ് ദി ലോർഡ്. അനേകർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പണ്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്ന. അദ്ദേഹം ഒരിക്കൽ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചായ, ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അദ്ദേഹം ഇങ്ങ് നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലെ പ്രധാനിയായ ഒരു വ്യക്തിയുടെ മകൻ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപ തന്നാൽ ഞാൻ നിങ്ങളോട് കൂടാം. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്തെങ്കിലും മറുപടി പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, ഞാൻ തിരക്കിലായതുകൊണ്ട് ഒന്നും പറയാതെ ഇങ്ങ് പോന്നു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മടങ്ങി ചെല്ലുമ്പോൾ പറയണം, 2 ലക്ഷം രൂപ നിനക്ക് അങ്ങോട്ട് തരുന്ന കാര്യം വിട്ടുകളെ, 5 ലക്ഷം രൂപ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും നിന്നെ എൻ്റെ കൂടെ കൂട്ടത്തില്ല എന്ന് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊരുൾ മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. 2 ലക്ഷം രൂപ നിനക്ക് തരുന്ന കാര്യം നീ വിട്ടുകളെ, മറിച്ച്
5 ലക്ഷം രൂപ നീ എനിക്ക് തന്നാലും നിൻ്റെ എൻ്റെ കൂടെ കൂട്ടത്തില്ല. കാരണം ഇത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു സാധനമല്ല. പണത്തിന് വേണ്ടി ഒരുവൻ പിൻപറ്റുന്ന മാർഗവുമല്ല ക്രിസ്തീയ മാർഗം. ഹല്ലേലൂയ. ഇത് നിത്യതയുടെ പ്രകാശനം ഹൃദയത്തിലുണ്ടായിട്ട് ലാഭമായിരിക്കുന്നതൊക്കെയും ഛേദമെന്നെണ്ണി സ്വർഗസ്ഥലങ്ങളിലിരുന്നിട്ട് ആ സ്വർഗീയ മഹിമ വിട്ട് ഭൂമിയിലേക്ക് വന്ന് എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനായി, ഒന്നുകൂടി പറഞ്ഞാൽ അതിലും താണവസ്ഥയിലേക്ക് പോയി. നമ്മളെയൊക്കെ അമ്മ പ്രസവിച്ചത് ഏതെങ്കിലും ഒരു മുറിയിലാണ്. എന്നാൽ അഖിലാണ്ടത്തെ ചമച്ചവൻ മനുഷ്യവിടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ പിറന്നു വീഴാനൊരിടം അവിടത്തേക്ക് കിട്ടിയില്ല. പുൽത്തൊട്ടിയിൽ ഇടം കാണാഞ്ഞ്, സത്രത്തിൽ ഇടം കാണാഞ്ഞ് അവനെ പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തേജോമയനായവൻ, സകലത്തെ ഉളവാക്കിയവൻ നമ്മെപ്പോലെ മനുഷ്യരുമെടുത്ത് ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ക്രൂരമായ പീഡകളിലൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് കാൽവരി ക്രൂശിൽ വില കൊടുത്തു. ആ വില ഒരുവൻ്റേതാണെന്ന് അംഗീകരിക്കുമ്പോൾ അവൻ ആ സ്നേഹത്തിൻ്റെ മുമ്പാകെ ആ പാതപീഠത്തിൽ വീഴും. അതാണ് ക്രിസ്തീയ മാർഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പേര് മാറിയത് കൊണ്ടോ മതം മാറിയത് കൊണ്ടോ ഉണ്ടാകുന്നൊരു കാര്യമല്ല. മറിച്ച് ഈ ലോകത്തിൽ അതിൻ്റെ മോഹത്താൽ വശീകരിക്കപ്പെട്ട് സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി നിത്യനരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ അവിടെ നിന്ന് സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത് അഖിലാണ്ടത്തെ ചമച്ചവൻ്റെ കൂടെ നിത്യതയിൽ വാഴുവാൻ അവനെ ഒരുക്കിയെടുക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദേശമേ, പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, ഇത് ചെറിയൊരു കാര്യമല്ല. ഇതിലും വലുതായിട്ടൊരു കാര്യം ഈ ലോകത്തില്ല. അതാണതിൻ്റെ സത്യം. ഞങ്ങൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി നിന്ന് ഇങ്ങനെ സുവിശേഷം പറയുന്നത് മറ്റ് ഉപജീവന മാർഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അതിലൊക്കെ ഉപരിയായി ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, അടക്കം ചെയ്യപ്പെട്ട, 3-ാം നാൾ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ അരുമനാഥൻ്റെ സ്നേഹം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറായി. അതുകൊണ്ട് ഈ രാത്രിയിൽ ദേശത്തോട് പ്രാരംഭമായ ഒരു സന്ദേശം അറിയിക്കുക. ഇത് ഏതൊരു മനുഷ്യനും നേരിടേണ്ടുന്ന ഒരു അനുഭവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, എബ്രായ ലേഖനത്തിൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ഓർക്കുക സ്നേഹിത, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിയും ഒരു ന്യായവിധി നാളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അതിരുമാന്തി സർവക്കല്ല് മാറ്റിയിടുമ്പോൾ നമ്മൾ വിചാരിക്കും ആരും കണ്ടില്ലല്ലോ. രാത്രിയിൽ മഴയത്ത് ഇരുട്ടത്ത് പോയായിരിക്കും ഇത് ചെയ്യുന്നത്. കൈക്കൂലി മേടിക്കുന്ന പ്രിയ ഉദ്യോഗസ്ഥ സ്നേഹിതന്മാർ കാണും, അവർ വിചാരിക്കും ഇതാരും കാണുന്നില്ലല്ലോ. അതേപോലെ വ്യത്യസ്തമായ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുമ്പോൾ അനേകരും ചിന്തിക്കുന്നത് ആരും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഓർക്കുക, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ന്യായാസനത്തിൻ്റെ മുമ്പാകെ, ക്രിസ്തുയേശുവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ ഓർക്കുക, നാം യേശുവിനെ അംഗീകരിച്ചാലും കൊള്ളാം, അംഗീകരിച്ചില്ലെങ്കിലും കൊള്ളാം. നാം ഇവിടെ നിന്ന് മരിച്ചു മൺമറഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാരും ചിന്തിച്ച് വശീകരിക്കപ്പെട്ട് പോകരുത്. നമ്മളിങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒത്തിരി ഉപദ്രവമൊക്കെ കാണിക്കുന്ന ആളുകൾ ഒരു ദിവസം
നല്ലൊരു മരണം ലഭിച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ഇത്രയും ക്രൂരത കാണിച്ചിട്ടും എന്ത് നല്ലൊരു മരണം അവന് കിട്ടിയതല്ലേ. രാത്രി പോയി കിടന്നതേ ഉള്ളൂ, പിറ്റേന്ന് നോക്കിയപ്പം വടി പോലും ഇങ്ങനെ കിടക്കുകയാണ്. ആർക്കും ഒരു ശല്യമായില്ല, ഉള്ള കാശും എങ്ങും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയില്ല. എന്ത് നല്ലൊരു മരണം. പക്ഷെ ആശ്വസിക്കാൻ വരട്ടെ, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മരിച്ചവരെ അപാലവൃദ്ധം വിളിച്ച് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. കടലിൽ വീണുപോയതിനെ അവിടെ നിന്ന് കടൽ തിരിച്ചു കൊടുക്കും. ഈ ഭൂമിയിൽ ചിലപ്പോൾ കത്തിച്ചാമ്പലായവനായിരിക്കും, പക്ഷേ ഈ ഭൂമി വിട്ടുകൊടുക്കും. അതേപോലെ ഏതവസ്ഥയിൽ ഈ ലോകത്തു നിന്ന് പോയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവനെ ദേഹസഹിതനായി രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിൻ്റെ മുമ്പാകെ നിർത്തും, ക്രിസ്തുയേശുവിൻ്റെ മുമ്പാകെ. അന്ന് അവനവൻ ചെയ്തതിന് തക്ക പ്രതിഫലം കിട്ടും. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന രക്ഷകനെ കൂടാതെ ലോകത്തൊരു മനുഷ്യനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അല്ല അല്ല പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു വേള നേരത്തെ അറിഞ്ഞ് ആ കർത്താവിനെ മഹത്വപ്പെടുത്തി ലോകത്തിൻ്റെ മോഹങ്ങളിൽ നൊഴിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഭയഭക്തിയോടെ പ്രാണപ്രിയൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചാൽ ആ ന്യായവിധി നാളിൽ കർത്താവ് വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, ഞാൻ നിനക്കൊരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക് നീ പ്രവേശിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിലാണ്. അതും ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഞാൻ ജനിക്കുന്ന ആ സമയത്ത് ഞാൻ 1967 ജനിച്ചതാണ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു റൂം ഇതേപോലെ പൂജയ്ക്ക് വേണ്ടിയുള്ള റൂമാണ്. അച്ഛൻ അന്നൊരു ഗവൺമെൻറ് ജോലിയുണ്ട്, കൊല്ലത്ത് പള്ളിമുക്കിൽ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചാർജ് ഹാൻഡായിരുന്നു എൻ്റെ പിതാവ്. പക്ഷേ എൻ്റെ കുഞ്ഞുനാളിൽ പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഓർമ്മ, ഈ പൂജാമുറിയിൽ അച്ഛൻ രാവിലെ തൊഴുകയുമായിട്ട് നിൽക്കുന്ന ആ ഒരു മുഖമായ എൻ്റെ ഓർമ്മ. കാരണം അങ്ങനൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഹല്ലേലൂയ. അക്കാലത്ത് ഇന്നത്തെ കൂട്ട് വളരെ സമൃദ്ധമായ ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വർഷാവർഷം ഓരോ വർഷവും ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേക ദിവസം രോഹിണി നാളിൽ, കുംഭമാസത്തിലെ രോഹിണി നാളിൽ അവിടെ ഇതേപോലെ അന്നദാനം നടത്തും. അതിനോടനുബന്ധിച്ച് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, 1-2 വർഷം വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ പന്തലൊക്കെ ഇട്ട് അവിടെ സംഗീത കച്ചേരിയും നാട്ടിലെ ആളുകളൊക്കെ അവിടെ കൂടും. അങ്ങനൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ വളരെ പ്രായമായിട്ട് വിവാഹം കഴിച്ച ഒരാളാണ്, 42-ാമത്തെ വയസ്സിൽ. കാരണം അദ്ദേഹം എൻ്റെ അറിവിൽ വിവാഹമൊന്നും വേണ്ട എന്ന് കരുതി അദ്ദേഹം ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ അതിനുശേഷം 42-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. അതിൽ 4 മക്കളുണ്ടായി. അതിലേറ്റവും ഇളയാളാണ് ഞാൻ. എനിക്ക് നേരെ മൂത്ത 2 സഹോദരിമാർ, ഏറ്റവും മൂത്ത സഹോദരൻ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയി. എന്നാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. നല്ല സന്തോഷമുള്ള ജീവിതമായിരുന്നു. കാരണം വീട്ടിലെപ്പോഴും ഒത്തിരിയും ബന്ധുക്കളും ആളുകളെല്ലാം കൂടും. പണിയാനായിട്ട് ആളുകൾ വരും, പണിയുന്നവരവിടെ നിൽക്കും, അതേപോലെ ബന്ധുക്കളൊക്കെ അവിടെ താമസിക്കും. അങ്ങനെ എപ്പോഴും ഒരു ഉത്സവ പ്രതീതിയാണ് വീട്ടിൽ. എന്നാൽ എൻ്റെ ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 7-ാമത്തെ വയസ്സിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. അന്നാണ് വസൂരി നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നത്. എനിക്കും വസൂരി പിടിച്ചു. വളരെ ഗുരുതരമായ തരത്തിൽ വസൂരി പിടിച്ചു. അന്ന് ഈ വസൂരി പിടിക്കുന്നവരെ ഒരുമിച്ച് താമസിപ്പിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, അവരെ വീട് മാറിക്കൊണ്ട് കിടത്തും. കാരണം വസൂരി വരുന്നവരൊക്കെ അന്ന് മരിക്കുകയാണ് ചെയ്യുന്നത് അധികം പേര്. അങ്ങനെ എൻ്റെ അപ്പച്ചിയുടെ മകൻ്റെ പുതുതായിട്ട് പണിയുന്നൊരു വീട്ടിൽ എന്നെ മാറ്റി. പക്ഷേ സ്നേഹനിധിയായ അമ്മ എൻ്റെ കൂടെ വന്ന് അവിടെ എൻ്റെ കൂടെ കിടന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും വസൂരി വളരെ മാരകമായിട്ട് അമ്മയ്ക്കും വന്നു, എൻ്റെ അച്ഛനും വന്നു. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലെ സാഹചര്യം ആകെ വളരെ ബുദ്ധിമുട്ടായി. അച്ഛനന്ന് ശമ്പളമുണ്ട്, എന്നാൽ അച്ഛൻ അങ്ങനെ വലിയ അങ്ങനെയുള്ള നിക്ഷേപമൊന്നും ഉണ്ടാക്കുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വീണ്ടും അച്ഛനൊരു അപകടം പറ്റി. അച്ഛൻ രാത്രിയിൽ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് വേറൊരു കൂട്ടുകാരൻ്റെ കൂടെ സൈക്കിളിലിരുന്ന് മൈരക്കാട് ഇറങ്ങി വരുമ്പോൾ അച്ഛനിരുന്ന് ഉറങ്ങിയതാണെന്ന് തോന്നുന്നു. സൈക്കിളിൽ നിന്ന് തെറിച്ച് ഓടയിൽ വീണു. തലയുടെ 2 ഭാഗം വളരെ മാരകമായിട്ട് മുറിഞ്ഞു, മരിച്ചുപോയെന്ന് കരുതിയതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷവും അച്ഛന് മാരകമായിട്ടുള്ളൊരു അസുഖം വന്നു. ഈ 3 മരണത്തിലും അച്ഛൻ മരിച്ചു എന്ന് കരുതുന്ന തരത്തിൽ വളരെ ഗുരുതരമായിരുന്നു. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക അടിത്തറയാകെ തകിടം മറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 13 വയസ്സുള്ളപ്പോൾ അച്ഛൻ 60 വയസ്സായി, അച്ഛൻ പെൻഷനായി. അന്ന് ഞാൻ 8ാം ക്ലാസ്, എനിക്ക് നേരെ മൂത്ത പെങ്ങൾ 10ാം ക്ലാസ്, അതിന് മൂത്ത പെങ്ങൾ പ്രീ ഡിഗ്രി, അണ്ണൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രിക്ക് കയറുന്നു. ഞങ്ങൾ 4 മക്കളുടെ പഠിത്തം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ വീട്ടിലെ എല്ലാ വരുമാനവും ബ്ലോക്കായി. അതുവരെ വീട്ടിൽ ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതോടുകൂടി വീട്ടിൽ സ്വരച്ചേർച്ചകളുണ്ടായി. ഇതെൻ്റെ ഉള്ളിൽ വലിയ ശൂന്യത ഉണ്ടാക്കി. അതുമല്ല, മുമ്പ് വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരാരും വീട്ടിൽ വരാതായി. എൻ്റെ കൊച്ചു മനസ്സിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായി. എൻ്റെ 10ാം ക്ലാസ് ആയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ മുന്നോട്ട് പഠിപ്പിക്കാനുള്ള വഴി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കണം. എനിക്കതൊരു വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പ്രൈസ് ദി ലോർഡ്. 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ട്യൂഷൻ എടുക്കും, പഠിക്കും. അതോടെ ജീവിതത്തിൽ വന്ന ചില പ്രതികൂലങ്ങൾ, ചില അനുഭവങ്ങൾ എന്നിൽ ഒരു നിർവികാരതയുണ്ടാക്കി. എനിക്ക് മുമ്പ് ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല. ഓരോ ദിവസം കഴിഞ്ഞു പോകണമെന്നല്ലാതെ അങ്ങനൊരു വല്ലാത്ത മാനസികാവസ്ഥ എനിക്കുണ്ടായി. വീട്ടിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു നിൽക്കണമെന്നൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. അതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനൊരു പ്രകൃതി എനിക്കുണ്ടായി. ഞാൻ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്നു. എൻ്റെ നാട്ടിൽ DYFIയുടെ യൂണിറ്റ് ഉണ്ടാക്കി. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, ശാസ്ത്രത്തിൻ്റെ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരു ഭാഗത്ത് ട്യൂഷൻ, ഒരു ഭാഗത്ത് എൻ്റെ പഠനം, തീർത്തും യാന്ത്രികമായൊരു ജീവിതം. ഹല്ലേലൂയ. 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. വീണ്ടും മുമ്പോട്ട് പഠിക്കാൻ മാർഗമില്ല. എൻജിനീയറിങ്ങിന് എഴുതി, ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല. അന്നൊക്കെ എന്തിനെ അങ്ങ് കീഴടക്കണമെന്നൊരു ചിന്തയാണ്. അങ്ങനെ നമ്മുടെ വലിയ കഴിവുകൊണ്ടൊന്നും അല്ല നിപ്പ് എനിക്കറിയാം. 2ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജിൽ 1985 BTECന് ഞാൻ ജോയിൻ ചെയ്തു. മെക്കാനിക്കൽ പഠന ഭാഗത്ത് 89-90 ആ പഠനം പൂർത്തിയായി. പഠിക്കുന്ന സമയത്തും ട്യൂഷനൊരു ഭാഗത്ത്, രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഭാഗത്ത്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ രാത്രി 11 മണിയൊക്കെ ആവും. കാരണം വീട്ടിൽ വരാനൊരു മനസ്സില്ല. ഹല്ലേലൂയ. രാത്രി വന്ന് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകും. 6 മണിക്ക് കോളേജിൽ നിന്നെത്തും. 5:05 ആകുമ്പോൾ കോളേജിൽ നിന്നെത്തും. കോളേജിൽ നിന്നെത്തിയാൽ ഉടൻ കുളിച്ച് തയ്യാറായി 6 മണിക്ക് ട്യൂഷന് പോവും. 4-5 വീടുകളിലും ട്യൂഷൻ സെൻ്റർ കൊണ്ട് അവിടെ പോയി ട്യൂഷൻ എടുത്തിട്ട് 11 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അതായത് യാതൊരു പ്രതീക്ഷയും മുമ്പിലില്ലാത്തൊരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 90 BTEC ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പുറത്ത് ഞാൻ പാസ്സായിട്ടിറങ്ങി. എങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്കറിയാം. കർത്താവ് എന്നെ മുൻകണ്ടതുകൊണ്ട് തന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എൻ്റെ പഠിത്തം കൊണ്ടൊന്നുമല്ല.
കാരണം അവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്ന അനേകർ ഒരു വിജയം പോലും കിട്ടാതെ പുറത്തു പോകുമ്പോൾ ഈ ട്യൂഷനും രാഷ്ട്രീയവും മനസ്സിനൊരു സ്വസ്ഥതയുമില്ലാതെ നടന്ന് എനിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് തന്നത് ദൈവമാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 90 പാസ് ഔട്ടായതിനു ശേഷം 91 ഞാൻ ഇവിടുന്ന് ഒരു ജോലിക്ക് വേണ്ടി നാട് വിട്ടു. എങ്ങും ആരും പരിചയമില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് നാട് വിട്ട് ആദ്യം മൈസൂർ എത്തി. അവിടെ ഒരു കമ്പനിയിൽ 2 മാസം ജോലി ചെയ്തിട്ട് നേരെ ബോംബെയിൽ പോയി. ബോംബെയിൽ പോകുന്നത് അന്ന് മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാനാണ്, കപ്പലിൽ ജോലിക്ക് കയറാൻ. അപ്പോൾ എനിക്കറിയാം കപ്പലിൽ ജോലി ചെയ്യിച്ചെങ്കിൽ മാത്രമേ നല്ല ശമ്പളം കിട്ടൂ. അങ്ങനെ ശമ്പളം കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിലെ കടങ്ങളും ഭാരങ്ങളും, മൂത്ത 2 സഹോദരിമാരുണ്ട്, അവരുടെ വിവാഹം നടത്തണം, പല കടങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് വീട്ടണം. അതിന് കപ്പലിൽ ജോയിൻ ചെയ്തേ മതിയാകൂ എന്നൊരു ചിന്തയിൽ ഞാൻ പോയി. പക്ഷേ ബോംബെയിൽ ചെന്നു. ഞാൻ വിചാരിച്ച കണക്ക് അന്ന് എനിക്ക് കപ്പലിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം അന്ന് അവിടുത്തെ കപ്പലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ നിയമം മാറി. 1 വർഷം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആ ട്രെയിനിങ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ, ഷിപ്പിൽ കയറാൻ പറ്റൂ എന്നൊരു നിയമം വന്നു. അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടിയില്ല. എന്നാൽ എൻ്റെ ആ സമയത്ത് ആ ഒരു ട്രെയിനിങ്ങിന് പോകാനുള്ള സാഹചര്യം എനിക്കില്ല. എന്ന് മാത്രമല്ല, മുമ്പോട്ട് ജീവിക്കാനുള്ള വരുമാനമോ പൈസയോ എന്നിലില്ലാതായി. ഹല്ലേലൂയ. അങ്ങനെ മുമ്പോട്ട് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു സാഹചര്യമെത്തി. വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമായി. അവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടായി. ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വന്നു. ചുരുക്കി പറഞ്ഞാൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ വഷളായി. ചുരുക്കത്തിൽ 6 മാസം ബോംബെയിലെ ഗല്ലിയിൽ താമസിക്കേണ്ടുന്ന സാഹചര്യം എനിക്കുണ്ടായി. കാരണം ഇവിടെ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി വരുന്ന വലിയ ട്രേഡൊന്നും ഇല്ലാത്ത ആളുകൾ ചില ദിവസങ്ങൾ താമസിക്കാൻ വേണ്ടി ഇവിടെ വരും. ഒരാൾക്ക് കിടക്കാൻ ഇത്രത്തോളം വീതിയുള്ളൊരു തലാണ കിട്ടും. അങ്ങനെ കിടക്കുന്നതിന് 10 രൂപയാണ്. ഇവിടെ എൻജിനീയറിങ് കഴിഞ്ഞ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ജോലിക്ക് പ്രവേശിച്ച് വലിയ ശമ്പളം ഉണ്ടാക്കി ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് വലിയൊരു തിരിച്ചടിയായെന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അവിടെ വെച്ച് ഏറ്റവും അധികം നിരാശ എന്നെ പിടിച്ചു. എങ്ങനെയെങ്കിലും ജീവിതം എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. തിരികെ പറഞ്ഞാൽ ബോംബെയിലെ ജീവിതം എന്നെ നിരാശയുടെ അടിത്തട്ടിലെത്തിച്ചു. എൻ്റെ എല്ലാ പ്രതീക്ഷയും, മുമ്പോട്ട് പോകാനുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഞാൻ നേരെ ഡൽഹിയിൽ വന്നു. അവിടെ ആരുമില്ല. എന്നാൽ അവിടെ എനിക്ക് നാട്ടിൽ പരിചയമുള്ള ഒരാളുടെ അനിയൻ്റെ അഡ്രസ്സ് വെച്ച് അവിടെ വന്നു. അവിടെയും വളരെ ദുരിതമായിരുന്നു. എന്നാൽ 1992 സെപ്റ്റംബർ 28 രാജസ്ഥാനിൽ ഒരു കമ്പനിയിൽ എനിക്ക് എഞ്ചിനീയറായിട്ട് ജോയിൻ കിട്ടി. ഹല്ലേലൂയ. രാജസ്ഥാനിൽ വെച്ചാണ് യേശു എന്നെ പിടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവിടെ എത്തിയ ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ വലിയൊരു കമ്പനിയാണ്. അവിടെ 2 എഞ്ചിനീയർമാർക്ക് വലിയൊരു റൂം, വലിയൊരു വീട് കിട്ടും. അതേപോലെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു പ്രത്യേക മാനസികാവസ്ഥയിലായി. മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ക്ലബ്ബുണ്ട്, പക്ഷേ ഞാൻ ക്ലബ്ബിൽ പോകത്തില്ല. കാരണം എനിക്ക് ആളുകളുമായിട്ട് ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടായി. അതേപോലെ എനിക്ക് കൂട്ടുകാരില്ല. ഞാൻ ആരോടും അധികം സംസാരിക്കത്തില്ല. ഞാൻ എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിയും. ഞാൻ എന്നിലേക്ക് അങ്ങ് ഉൾവലിഞ്ഞു. എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി, എൻ്റെ അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടുമൊന്നും എൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നടക്കത്തില്ല. എൻ്റെ ജീവിതം വ്യർത്ഥമായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ലോകത്തുനിന്നങ്ങ് പോകാൻ ഒരു സാഹചര്യം കിട്ടിയാൽ അതാണ് നല്ലതെന്നൊരു ചിന്ത എനിക്ക് തോന്നുന്നു. ആത്മഹത്യ ചെയ്യാൻ തയ്യാറല്ല, പക്ഷേ ജീവിതത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും മുൻപിലില്ലാതായി.
എന്നാലും ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു വിശ്വാസിയായ സഹോദരൻ വേറൊരു കമ്പനിയിൽ ഞങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. കാരണം എൻ്റെ വർക്ക് അദ്ദേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹം പോകുന്നൊരു കൂട്ടായ്മയിൽ ഞാൻ ചില ദിവസങ്ങളിൽ പാനടയായി. കാരണം അദ്ദേഹം മലയാളി എന്നെ വിളിക്കും, വരുന്നുണ്ടോ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ വാ നമുക്കൊന്ന്. അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ പാനടയായി. പക്ഷേ അതൊന്നും എൻ്റെ അകത്ത് എന്ത് ചെയ്തില്ല. കാരണം എനിക്ക് യാതൊരു ബന്ധവും ഇതുമായിട്ടില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ 93 മാർച്ച് മാസം ഞങ്ങളുടെ പ്ലാന്റ്, പുതിയ പ്ലാന്റ് അതെല്ലാം വർക്കിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ കമ്മീഷനിങ് നടക്കുന്ന സമയം 14-15 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. രാജസ്ഥാനിലെ കൊടും ചൂട്, ജോലിയുടെ ആധിക്യം. പക്ഷെ ഞാൻ കമ്പനി പോയി കഴിഞ്ഞാൽ അവിടെ എത്ര നേരമാണെങ്കിലും ഒന്ന് ജോലി ചെയ്യും. കാരണം വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ജോലി ചെയ്യും, റൂമിൽ വരും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വളരെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെയായി. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ തക്കമുള്ള ആരോഗ്യം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ വളരെ വല്ലാത്തൊരു ശാരീരിക അവസ്ഥ, അതായത് എനിക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം പിടിപെട്ടപ്പോഴും ഞാൻ കരുതുന്നത് ഈ മഞ്ഞപ്പിത്തം ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ, ഞാൻ ആശുപത്രി പോകാൻ തയ്യാറായില്ല. ഈ മഞ്ഞപ്പിത്തം ഇങ്ങോട്ട് കൂടി എൻ്റെ ജീവൻ പോകുന്ന അവസ്ഥ എത്തും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാനത് അങ്ങനെ വളരെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ദിവസങ്ങൾ മുമ്പോട്ട് പോവുക. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയെത്തി. എൻ്റെ കമ്പനിയിൽ ഞാൻ അറിയിച്ചു. അവർ എൻ്റെ ലീവ് സാങ്ഷനാക്കി. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളെ നോക്കാനൊന്നും ആളെ തരാനില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമില്ല. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ആ റൂമിൽ കിടന്നു, വീട്ടിലും അറിയിച്ചില്ല. കാരണം എനിക്ക് ജീവിതത്തോട് യാതൊരു പ്രതിബദ്ധതയില്ല. വീട്ടിൽ കത്തെഴുതുന്നുണ്ട്, പക്ഷേ എൻ്റെ അവസ്ഥയൊന്നും ഞാൻ വീട്ടുകാരെ അറിയിക്കുന്നില്ല. കാരണം എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ അവർ ആത്മഹത്യ ചെയ്യും. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കും എൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് അറിയിക്കേണ്ടെന്ന് കരുതി ദിവസങ്ങൾ മുമ്പോട്ട് പോയി. മൂത്രം ഒഴിക്കുമ്പോൾ രക്തം വരാൻ തുടങ്ങി. എന്നിട്ടും ഞാൻ പോയില്ല. മലമൊക്കെ അങ്ങ് വെള്ള കളറായി. കാരണം എൻ്റെ അകത്തെ അവയവങ്ങൾക്കെല്ലാം പ്രശ്നമായി. എന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നാൽ ദിവസങ്ങൾ മുമ്പോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കൈ അനക്കണമെന്ന് തോന്നുമ്പം കാലനങ്ങും. അതായത് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതല്ല നടക്കുന്നത്. അങ്ങനൊരവസ്ഥ എനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. കാരണം കാര്യങ്ങളിങ്ങനെ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കോർഡിനേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയാണ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം എൻ്റെ ബ്ലഡ് യൂറിനും പരിശോധിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നു. അദ്ദേഹത്തിനത് വിശ്വാസം തോന്നിയില്ല. അദ്ദേഹം അടുത്തൊരു ലാബിലൂടെ എൻ്റെ ബ്ലഡ് യൂറിനും കൊടുത്തു വിട്ടു. അതിൻ്റെ റിസൾട്ട് വന്നു. ഈ 2 റിസൾട്ടും കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് വന്ന ആ മഞ്ഞപ്പിത്തം 0.4% ബിലിറൂബിൻ രക്തത്തിലാകുമ്പോൾ മഞ്ഞപ്പിത്തം തുടങ്ങും. 8 കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കുന്ന കാര്യം പ്രയാസമാണ്. അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ബ്ലഡിൽ ഇത് 14ആയി. 8 കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കത്തില്ല. പക്ഷേ എൻ്റെ ബ്ലഡിൽ 14ആയി. എൻ്റെ ആന്തര അവയവങ്ങളും എൻ്റെ തലച്ചോറും ശരീരവും തമ്മിലുള്ള ബന്ധമെല്ലാം ആകെ വഷളായി. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് എങ്ങനെ നീങ്ങുമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. ഹല്ലേലൂയ. ഇദ്ദേഹം എനിക്ക് മരുന്ന് തന്നില്ല. കാരണം ഇദ്ദേഹത്തിനറിയാം മരുന്ന് തന്നാലും രാജസ്ഥാനിൽ ഭിവാടി എന്ന് പറയുന്ന സ്ഥലത്ത് പരശുറാംപുരിയ സിന്തറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ശകുന്തള ഹോസ്പിറ്റലിൽ ഡോക്ടർ രൂപ് സിംഗ് അദ്ദേഹം എനിക്ക് പുറത്തേക്ക് മരുന്ന് എഴുതി തന്നു, തുണ്ട് പേപ്പറിൽ. കാരണം അദ്ദേഹത്തിനറിയാം ഞാൻ പോയി മരുന്ന് മേടിച്ചാലും ഞാൻ എന്ത് ചെയ്യും, മരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാടി പുള്ളി എനിക്ക് മരുന്ന് എഴുതി തന്നില്ല, ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് തന്നില്ല. ഞാൻ എൻ്റെ റൂമിലെത്തി. ആ മരുന്ന് മേടിച്ചോ ഇല്ലയൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ വരും നമ്മൾ അറിയത്തില്ലല്ലോ. ഹല്ലേലൂയ. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഞാൻ എന്നിട്ടും എൻ്റെ വീട്ടിൽ അറിയിച്ചില്ല. ആദ്യം വന്ന് എൻ്റെ വസ്ത്രമെല്ലാം ഒരു പെട്ടി തയ്യാറാക്കി വെച്ചു. അതിനകത്ത് ഞാൻ എൻ്റെ അഡ്രസ്സ് എഴുതി ഒട്ടിച്ചു. രാത്രി കിടക്കുമ്പോൾ ഞാൻ ഡോറ് ചാരിയിടും. കാരണം എനിക്കറിയാം ഞാൻ ഇതിനകത്ത് എപ്പോഴെങ്കിലും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് അഴുകി പോകരുത് എന്ന് കരുതി എൻ്റെ
ആ അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് ഡോറ് പൂട്ടാതെ ഞാൻ അടച്ചിടും, ചാരിയിടും. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഒരു ദിവസം എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുമെന്ന്. കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ വാ മുഴുവൻ പതയുക, കൈയനക്കാൻ പറ്റുന്നില്ല, ശരീരം അങ്ങ് ചോർന്നു പോയ കണക്കായി. എനിക്കന്ന് മനസ്സിലായി ഞാൻ മരിക്കും. അങ്ങനെ ആ മരണക്കിടക്കെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുക. കൊച്ചുനാൾ മുതലേ ഉള്ള അച്ഛൻ്റെ ആ ഭക്തിയുള്ള ജീവിതം, മുമ്പോട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത, യഥാർത്ഥത്തിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടോ? ഹല്ലേലൂയ. ഒരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഞാൻ എൻ്റെ അകത്ത് ചിന്തിക്കുകയാണ്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ഇങ്ങനൊരു ചിന്ത വരിക, യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാൻ അന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് ക്രിസ്ത്യ കുടുംബങ്ങളിൽ പോയി ട്യൂഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അവരിലെങ്ങും യേശുക്രിസ്തു മുഖാന്തരം മാറ്റം വന്നൊരനുഭവം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യേശുവിനെ ഇഷ്ടവുമല്ല, യേശുവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പക്ഷേ അന്ന് ആദ്യമായിട്ട് എൻ്റെ അകത്തൊരു ചിന്ത വരികയാണ്, യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? അന്ന് ആദ്യമായിട്ട് ഈ പുനരുത്ഥാനത്തിൻ്റെ ചിന്ത എന്നെ കയറി പിടിച്ചു. ഞാൻ ചിന്തിക്കുക, മരണത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഉയർക്കാൻ കഴിയുമോ? ഉയർത്തെങ്കിൽ അത് യേശുവാണല്ലോ, അതെങ്ങനെ സംഭവിച്ചു? ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും ചിന്തിക്കുക, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതുമല്ല, ഈ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതുമില്ല. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെ ഒരു മനുഷ്യൻ ഉയർക്കും? പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ റോഡിലൂടെ, ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പിലുള്ള റോഡിലൂടെ കരിമ്പ് നീരും കൊണ്ടൊരു വണ്ടി ഇങ്ങനെ മണിയടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴെനിക്ക് തോന്നി, ഒരു ഗ്ലാസ് കരിമ്പ് നീര് കിട്ടിയാൽ കൊള്ളാം. കാരണം അന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ട് നാളുകളായി. കാരണം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 2 ഗ്ലാസ് വെള്ളം ഛർദ്ദിക്കും. എൻ്റെ ശരീരം മഞ്ഞ നിറമായി, വെയിറ്റ് പോയി. എന്നെ കണ്ടാൽ ഒരു മനുഷ്യൻ പേടിക്കും, അതേ രൂപമായി ഞാൻ. അപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഈ കൈവണ്ടി പോകുമ്പോൾ, ഈ കരിമ്പിൻ്റെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുക, ഈ യേശുവിൻ്റെ ചിന്ത എൻ്റെ അകത്ത്, യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തെന്ന് ജീവിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, യേശുവെ അങ്ങൊരു യാഥാർത്ഥ്യമാണെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരാളുടെ റൂമിൽ വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴെനിക്കറിയാം ഒരാളും വരത്തില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്നത് ഈ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്നൊരു ഭാഗത്താണ്. അവിടെ എല്ലാവരും രാവിലെ ജോലിക്ക് പോകും, പിന്നെ ആ ഭാഗത്താരും കാണത്തില്ല. 2-3 കടകളുണ്ട്, അതെല്ലാം രാവിലെ 8-9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ ജോലിക്കാരും പോയി കഴിഞ്ഞാൽ ഉടനെ ഇവർ കടയടച്ചിട്ട് ഇവർ വീട്ടിൽ പോകും. എൻ്റെ മനസ്സിൽ ഈ ചിന്ത വരുമ്പോൾ ഏതാണ്ട് 10-10:30 മണിയായി. ഒരാൾ പോലും അവിടെ വരാൻ സാധ്യതയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുക, യേശുവേ അങ്ങ് യഥാർത്ഥമായി ജീവിക്കുന്നെങ്കിൽ ഒരാൾ എന്നെ സഹായിക്കാൻ വരണം. എന്നാൽ എൻ്റെ ചിന്തയ്ക്കും പ്രതീക്ഷയ്ക്കും അപ്പുറമായിട്ട് ഒരാൾ എൻ്റെ റൂമിൽ വന്നു. ഹല്ലേലൂയ. നേരത്തെ ആ റൂമിൽ താമസിച്ചിരുന്ന ഒരാളെ തിരക്കി വേറൊരാൾ വന്നതാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ഞാനല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഈ തുണ്ട്, എൻ്റെ പൈസ എൻ്റെ തലയുടെ അടിക്കിരിപ്പുണ്ട്, എടുത്തു കൊടുത്തു. ഇദ്ദേഹം കരിമ്പ് നീര് വാങ്ങിത്തന്നു. ഇദ്ദേഹം പോയി. പക്ഷെ ഇദ്ദേഹം പോയപ്പോൾ ഞാൻ മറിച്ച് ചിന്തിച്ചു, ഇതിന് യേശുവിൽ കാര്യമൊന്നുമില്ല. അയാൾ വന്നു, അയാൾ വേറെ ആളെ തിരക്കി വന്നു. അങ്ങനെ ആ വിഷയം ഞാൻ ഒഴിവാക്കി വിട്ടു. എന്നാൽ ഈ പുനരുത്ഥാനം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. എങ്ങനെ മനുഷ്യൻ ഉയർക്കും? അടുത്തടുത്ത ദിവസങ്ങളിലും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. അതായത് ഞങ്ങൾക്ക് ഇതേപോലെ ഫാൻ ഇടയ്ക്ക് കറണ്ട് പോവും. ഇത് ഹൗസിംഗ് ബോർഡിലെ ബാച്ചിലേഴ്സ് ഏരിയ ആയതുകൊണ്ട് എല്ലാവരും വൈകുന്നേരം 4 മണിക്കേ വരും. അപ്പോഴത്തേക്ക് അവർക്ക് കറണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2-5 മിനിറ്റ് ഫാനിടും, പിന്നെ ഓഫാക്കും, പിന്നെ ഫാനിടും. കാര്യം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ തീച്ചൂടാണ് വരുന്നത്. റൂമിൽ കൂളറില്ല, തീയ
42, 41, 47, 40 ഡിഗ്രി ചൂട്. എനിക്കാണെങ്കിൽ ശരീരത്തിൽ വെള്ളമില്ല. എൻ്റെ ശരീരം ഈ ചിരട്ട കൊണ്ട് ഉരച്ചാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിലിരിക്കുക. വെള്ളം, ജലത്തിൻ്റെ അംശമില്ല. അതേപോലെ ഒരു വല്ലാത്ത രൂപത്തിൽ കിടക്കുക ഞാൻ. അപ്പോഴീ വെള്ളം ഫാൻ പോകുമ്പം ഞാൻ ചിന്തിക്കും, യേശുവേ കറണ്ട് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ അത്ഭുതകരമായിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കറണ്ട് വരും. അതേപോലെ ഞങ്ങൾക്ക് കുടിവെള്ളം ലൈനിൽ വരും. എനിക്ക് എഴുന്നേറ്റ് നിന്ന് പോയി കുടിവെള്ളം പിടിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. എന്തായാലും എനിക്ക് 2 കൂജയും വലിയൊരു കുടവും ഉണ്ട്. ഞാനിത് വലിയ കുടം ഈ ടാപ്പിൻ്റെ കീഴിൽ വെച്ചിരിക്കുക. ചിലപ്പോൾ വെള്ളം കാണത്തില്ല, ചില ദിവസങ്ങളിലേ വെള്ളം വരുത്തുള്ളൂ. ഈ ടാപ്പ് അല്പം തുറന്നിട്ടിട്ട് ഞാൻ പോവും. ഞാൻ പറയും, യേശുവെ വെള്ളം കിട്ടിയെങ്കിൽ നന്നായിരുന്നു. വെള്ളം കിട്ടും. അങ്ങനെ എനിക്ക് മനസ്സിലായി, യേശു ഒരു മിഥ്യയല്ല, യേശു സാക്ഷാൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും എന്നുള്ള അനുഭവം എനിക്കുണ്ടായി. ഹല്ലേലൂയ. അപ്പോഴെനിക്കൊരാഗ്രഹം, ബൈബിളിൽ യേശുവിനെക്കുറിച്ചുണ്ടെന്ന് എനിക്കറിയാം, ബൈബിളൊന്ന് വായിക്കണം. ഞാൻ അവിടെ വെച്ച് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹം പോകുന്ന ആ ചർച്ചിലെ പാസ്റ്റർ ഇടയ്ക്ക് എൻ്റെ റൂമിൽ വരും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ബൈബിള് വേണം. അങ്ങനെ അദ്ദേഹം എനിക്കൊരു ബൈബിൾ കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എന്നും വന്ന് കുറേശ്ശെ പറഞ്ഞു തരാം. അപ്പോഴെനിക്ക് അതിനകത്തൊരു അപകടം മണത്തു. കാരണം ഞാൻ താമസിക്കുന്നത് ചാത്തന്നൂരിനടുത്താണ്. അവിടെ അടുത്താണ് ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് ഉള്ളത്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബൈബിൾ കോളേജിൽ നിന്ന് അവിടുന്ന് ആളുകൾ വന്ന് ഈ കുമ്മലൂർ ആറ്റിൽ, ഇത്തിക്കര ആറ്റിൽ ആളുകളെ സ്നാനപ്പെടുത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഈ പാസ്റ്റർ ഇടം കൊടുത്താൽ ഇദ്ദേഹം എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നൊരു ചിന്ത എനിക്ക് വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വരണ്ട, ഞാൻ വായിച്ചോളാം. പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു വ്യക്തി വേറൊരാളെ പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇടപെടാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, മനുഷ്യൻ കൈകൊണ്ട് പണിയുന്നതല്ല ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതേപോലെ മനുഷ്യൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. ഹല്ലേലൂയ. യേശു സാക്ഷാൽ ദൈവമാണെന്നുള്ള വെളിപ്പാട് കർത്താവിൻ്റെ അകത്ത് തന്നു. ഹല്ലേലൂയ. എന്നാലും ഞാൻ യേശുവിനെ അങ്ങോട്ട് ജീവിതം വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. യേശു രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, മുടന്തനെ സൗഖ്യമാക്കുമ്പോൾ അവൻ ചാവാൻ കിടക്കുമല്ലോ, ഞാനിത് ചാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞ് കിടക്കുക. യേശു കുരുടരെ സൗഖ്യമാക്കി എന്ന് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അവന് കണ്ണ് കാണത്തില്ലെന്നല്ലേ ഉള്ളൂ, ചാവാൻ കിടക്കുമല്ലോ. ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ഓരോരോ ചിന്തകൾ വരുമ്പോൾ ഞാനിതിനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ വക്രനെ, അവൻ്റെ വക്രതയെ കർത്താവ് പിടിക്കുമെന്ന് പറഞ്ഞ കണക്ക് ഒരു ദിവസം ഞാൻ തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്ന ലാസറിൻ്റെ കാര്യമാണ്. ലാസർ മരിച്ചു, അവനെ കല്ലറയിൽ വെച്ചു, നാറ്റം വെച്ചു. 4 ദിവസം കഴിഞ്ഞു അഖിലാണ്ടത്തെ ചമച്ചവൻ കല്ലറ വാതിക്കൽ വന്ന്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായവൻ ജീവൻ പ്രാപിച്ചവനായി പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടെ എൻ്റെ എല്ലാ ഈ തർക്കവും വാദമൊക്കെ ഞാൻ അവിടെ അവസാനിപ്പിച്ചു. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവൻ വേണമെന്നൊന്നുമല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, എനിക്ക് ഈ ബൈബിളൊന്ന് വായിച്ചു തീർക്കാൻ എനിക്ക് ആയുസ് തരണം, ഇതെന്താണെന്നൊന്ന് അറിയണം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, വായിച്ച് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 1 മാസം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാമെന്നുള്ള അതി ആരോഗ്യമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഡൽഹിയിൽ ഞാൻ വന്നപ്പോൾ അവിടെ ജോലി ചെയ്ത ചില സുഹൃത്തുക്കളുമായി അവിടെ ബന്ധമുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കണം. അവരെൻ്റെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ 1993 മെയ് 17 ഒരു തിങ്കളാഴ്ച ഞാൻ കേരള എക്സ്പ്രസ്സിൽ ഞാൻ 4 മണിക്ക് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. ബൈബിൾ വായിക്കും, അടച്ചു വയ്ക്കും, ചിന്തിക്കും ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത, യേശുവുമായിട്ട് ഇങ്ങനൊരു എൻകൗണ്ടർ, യേശുവുമായിട്ട് ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഞാനാണ് എൻ്റെ ചിന്ത. ഹല്ലേലൂയ. അപ്പോഴും അതിൻ്റെ ആവേശത്തിലാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിച്ചിട്ട് ഞാനൊരു ബുക്ക് എടുക്കും, അതിനകത്ത് ഇങ്ങനെ എഴുതി ഓരോന്ന് വയ്ക്കും. എൻ്റെ മനസ്സിലിങ്ങനെ
ഉള്ള കാര്യങ്ങൾ, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് എഴുതി വെച്ച് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ഈ ട്രെയിനിലിരുന്ന് ഇങ്ങനെ വായിച്ചു. 3-ാമത്തെ ദിവസം എത്തി. കേരളത്തിലേക്ക് അന്ന് എത്തുകയാണ്. രാവിലെ മുതൽ എൻ്റെ അകത്തൊരു സ്വസ്ഥതയില്ല, പ്രൈസ് ദി ലോർഡ്, ഒരു സമാധാനമില്ല. കാരണം ഞാൻ നാട്ടിലേക്ക് വരികയാണ്. കാരണം എൻ്റെ അകത്ത് അന്ന് വരെയുള്ളൊരു ചിന്തയെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു മനുഷ്യനാണെന്നാണ്. കാര്യം 15-ാമത്തെ വയസ്സിൽ അധ്വാനിക്കുന്നു, വീട്ടുകാർ നോക്കുന്നു, രാഷ്ട്രീയത്തിൽ വന്നപ്പം മോശം കാര്യമൊന്നും ചെയ്തിട്ടില്ല, നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ചിന്ത. പക്ഷേ അന്ന് എൻ്റെ അകത്തിരുന്നുകൊണ്ട് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുകയാണ്, നിന്നെപ്പോലെ അതപ്പതിച്ചൊരു മനുഷ്യൻ വേറെയില്ല, നിന്നെപ്പോലെ വൃത്തികെട്ടൊരു മനുഷ്യൻ വേറെയില്ല. എനിക്ക് വല്ലാത്ത പാപബോധം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ട്രെയിനിലിരുന്ന് കരയുകയാണ്. എനിക്കങ്ങോട്ട് എനിക്ക് എന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മറുഭാഗത്ത് ചിന്തിക്കുക, യേശുവേ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇനി അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാം, ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയാം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാനൊരു കണ്ടീഷൻ ദൈവസന്നിധി വെച്ചു, എൻ്റെ ഗ്രാമത്തിൽ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം 42 വയസ്സ് വരെ വിവാഹമൊന്നും കഴിക്കാതെ ഭക്തിമാർഗത്തിൽ നടന്ന എൻ്റെ അച്ഛൻ വീട്ടിൽ, എൻ്റെയൊക്കെ ആ സമയമായപ്പോൾ വീട്ടിൽ വേറൊരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ടാക്കി, അവിടെ പൂജയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അതുമല്ല, ഞാൻ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എനിക്ക് 26 വയസ്സുണ്ട്, 93-ൽ. എനിക്ക് നേരെ മൂത്ത 2 പെങ്ങന്മാരുടെ കല്യാണം നടന്നിട്ടില്ല. ഒരാൾക്ക് 28 വയസ്സ്, അതിന് മൂത്ത പെങ്ങൾ കല്യാണം നടന്നിട്ടില്ല. കാരണം ജാതകത്തിലെ ചില പ്രശ്നങ്ങൾ, ഇവർ കല്യാണം കഴിയാതെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ ഇങ്ങനൊരു സ്റ്റെപ്പ് വെച്ചാൽ ഈ പെങ്ങന്മാരുടെ കല്യാണം നടക്കത്തില്ല. 2, 7 വർഷം നാട്ടിൽ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ച് ഗ്രാമത്തിലെല്ലാവരും എന്നെ സാറേ എന്നാണ് വിളിക്കുന്നത്. അവരുടെ മുമ്പിൽ ഞാൻ പോയി എങ്ങനെ ഈ യേശുവിനെ അറിഞ്ഞെന്നും പറഞ്ഞ് നിൽക്കും? പറ്റത്തില്ല. അടുത്തതായിട്ട് 7-8 വർഷം മാർക്സിസ്റ്റ് പാർട്ടി DYFI ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ട് നാട്ടിലെല്ലാവരും എന്നെ സഖാവേ എന്ന് വിളിക്കുന്നു. ഞാൻ എങ്ങനെ പോയി യേശുവിനെ അറിഞ്ഞെന്നും പറഞ്ഞ് നിൽക്കും? ഹല്ലേലൂയ. അതുമല്ല, അന്നത്തെ കാലത്ത് ഒരു ഗ്രാമത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു എൻജിനീയറിങ് ഫസ്റ്റ് ക്ലാസ് കൂടിയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. അന്ന് കേരളത്തിലാകെ ഉള്ളത് 7 എൻജിനീയറിങ് കോളേജാണ്. ഹല്ലേലൂയ. എനിക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു തീരുമാനമെടുത്താൽ എങ്ങനെ പോകും? അങ്ങനെ പലവിധമായ ചിന്തകൾ എന്നെ ഭരിക്കുകയാണ്. അവസാനം ഞാനൊരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്തതായിരിക്കണം. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്ത് എൻ്റെ ഗ്രാമത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോകത്തെവിടെ വേണമെങ്കിലും പറയാം. അപ്പം ഞാനിങ്ങനെ ബൈബിൾ അടച്ചു വെച്ചു. അപ്പോഴെൻ്റെ മനസ്സിലൊരു തോന്നൽ, യേശുവിന് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. കാരണം ഇങ്ങനെ തീരുമാനം എടുത്താൽ നാളത്തെ ദിവസം എന്ത് സംഭവിക്കുമെന്ന് യാതൊരു നിശ്ചയമില്ല. എന്തൊക്കെ വന്നു ഭവിക്കുമെന്ന് എനിക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയും സങ്കീർണമാണ്. ഞാനിങ്ങനെ ബൈബിൾ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അകത്തൊരു സമാധാനമില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലമുള്ള ചില കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ കാണുക. ഞാൻ 3-4 വയസ്സുള്ളപ്പോൾ എൻ്റെ കയ്യിലൊരു പരു വന്നിട്ട് ഇതങ്ങ് തുളഞ്ഞ് എൻ്റെ അസ്ഥി കാണാമായിരുന്നു. ഞാൻ അതെൻ്റെ മനസ്സിലിങ്ങനെ കാണുക. രണ്ടാമത്, എനിക്ക് 2-ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന വസൂരി ദേശത്ത് ഒരുപാട് പേര് മരിച്ചപ്പോൾ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. 7-ാം ക്ലാസ്സിൽ ഞാനൊരു ഊഞ്ഞാലിൽ നിന്ന് താഴെ വീണു. എത്രയോ നേരം എൻ്റെ ബോധം പോയി, ഞാൻ ചുരുണ്ടുപോയി. അതെൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുകയാണ്. അടുത്തതായിട്ട് 10-ാം ക്ലാസ്സിൽ ഇതേപോലെ പരീക്ഷയൊക്കെ എഴുതി ഞങ്ങൾ വീട്ടിൽ എൻ്റെ അമ്മാവിമാരും ഞങ്ങളുടെ അമ്മാവിമാരുടെ മക്കളൊക്കെ ഞങ്ങളിങ്ങനെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ ഞാൻ ഇവിടെ മാങ്ങയും ഉപ്പൊക്കെ കൂട്ടി അവർ തിന്നുമ്പോൾ ഞാൻ ഓടിച്ചെന്നൊരു വലിയ ഉപ്പുകളെടുത്ത് എൻ്റെ വായിലെറിഞ്ഞു. ഇതെൻ്റെ തൊണ്ടയിൽ പോയി കുരുങ്ങി, ശ്വാസം കിട്ടാൻ ഞാൻ വാ തുറന്നിങ്ങനെ ഇരിക്കുക, ബോധം പോയി. അത് ഞാൻ ഓർക്കുകയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ബസ്സിൽ നിന്നൊന്ന് വീണു, അതും മരിച്ചു പോകേണ്ടതാ. അത് കഴിഞ്ഞ് ഇപ്പം ബോംബെ പോയപ്പോൾ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇങ്ങനൊരു ചിന്ത എൻ്റെ അകത്ത് വന്നതാ. പിന്നെ അടുത്തത് ഈ മഞ്ഞപ്പിത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സൗഖ്യം. ഇതെല്ലാം ഒരു സിനിമയെ കാണുന്ന കണക്ക് ഞാൻ എൻ്റെ മുമ്പിൽ കാണുകയാണ്. എന്നിട്ട് എൻ്റെ അകത്തുനിന്നൊരു ശബ്ദം, നിന്നെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ മരണത്തിൽ ഏൽപ്പിക്കാതിരുന്നത്. എൻ്റെ എല്ലാ വാദവും പ്രതിവാദവും എല്ലാം ഞാൻ അവിടെ നിർത്തി.
ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ എൻ്റെ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിൽ എൻ്റെ ക്രിസ്തുവിന്. 1993 മെയ് 19 ബുധനാഴ്ച ട്രെയിനിൽ വെച്ച് വേറെ ഒരു ദൈവദാസന്മാരുമില്ല. ഞാൻ അന്ന് യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവും പാപമോചകനും സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്നെന്ന്. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ കറണ്ട് പോയ കണക്കൊരു ഫീലിങ്. കറണ്ട് ഇങ്ങനെ അടിക്കുന്നത് തോന്നി. എനിക്ക് ഭയങ്കര വിശപ്പ്. മാർച്ച് മാസം എൻ്റെ വിശപ്പ് പോയതാ. മാർച്ച് മാസത്തിൽ ഒരു കഷ്ണം ബ്രെഡ് കണ്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നും. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കണ്ടാൽ അപ്പോഴും ഞാൻ ഛർദ്ദിക്കും. മാർച്ച് ഏപ്രിൽ മെയ് മാസം അങ്ങനെ പോയ എനിക്ക് ഈ ഷോക്ക് അടിച്ചപ്പോൾ പെട്ടെന്ന് ഭയങ്കര വിശപ്പ്. എനിക്ക് മനസ്സിലായി യേശു എനിക്ക് സൗഖ്യം തന്നു. ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് 2 മണി കഴിയുന്നു. കേരള എക്സ്പ്രസ് എറണാകുളത്തെത്തി. ഞാൻ പ്ലാറ്റ്ഫോമിലിറങ്ങി. ഞാനൊരു പൊതിച്ചോറ് മേടിച്ചു. ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് എന്നെ നോക്കിയ ഡോക്ടർ രൂപ് സിംഗിനെ ഞാൻ പോയി കണ്ടു. അദ്ദേഹം എൻ്റെ ബ്ലഡ് യൂറിനും അന്നും പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചെന്നപ്പോഴേ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുക. നോട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവ ഇതുവരെ ചത്തില്ലയോ എന്നുള്ള നോട്ടമാണ്. അദ്ദേഹം എൻ്റെ ബ്ലഡ് യൂറിനും പരിശോധിച്ചപ്പോൾ ഇപ്പോൾ 12 ആയിട്ടുണ്ട് ബിലിറൂബിൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ബിലിറൂബിൻ 12 ആയിട്ടുണ്ട്, പക്ഷേ വൈദ്യശാസ്ത്രപ്രകാരം 8 കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ താങ്കളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, 1 വർഷത്തേക്ക് നിങ്ങൾ മീനോ ഇറച്ചിയോ എരിയോ പുളിയോ ഒന്നും കഴിക്കരുത്. നിങ്ങൾ ഉപ്പ് കൂട്ടാതെ തൈര്, പഴവർഗ്ഗങ്ങൾ, പയറ് കുരിപ്പിച്ച് ഇതൊക്കെ വേണം 6 മാസം കഴിക്കാൻ. കാരണം നിങ്ങളുടെ ഇന്നർ ഓർഗൻസ് മുഴുവൻ ഫെയിലാണ്. നിങ്ങൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കഴിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ വിട്ടു. പക്ഷേ ട്രെയിനിൽ വെച്ച് ഈ അനുഭവം ഉണ്ടായി. 3 ദിവസം കഴിഞ്ഞ് ഞാൻ നേരെ പ്ലാറ്റ്ഫോമിലിറങ്ങി. ഒരു പൊതിച്ചോറ് മേടിച്ചു. അതിൽ സാമ്പാറുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, അയലക്കറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു. ഞാനതങ്ങ് കഴിച്ചു. കർത്താവ് എന്നെ ഇന്നും ജീവനോടെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. വേറൊന്നും കൊണ്ടല്ല, യേശു ജീവിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നാട്ടിലെത്തി. നാട്ടിൽ കയറുമ്പോഴാണ് ഞാൻ പെങ്ങന്മാരെ വിളിച്ച് പറയുന്നത്, എനിക്ക് മഞ്ഞപ്പിത്തവാ, സംഗതി ആകെ ഒരു ഇത്തിരി ഗുരുതരമാണ്, എന്നെ കാണുമ്പോൾ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുന്നേ. അമ്മയടുത്ത് പറയരുതെന്നും പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്ന് എൻ്റെ രൂപം കണ്ടപ്പോൾ വീട്ടിലാകെ നിലവിളിയായി. ഇപ്പം തന്നെ ആശുപത്രി പോകണമെന്നും പറഞ്ഞ് അവർ ബഹളം. ഞാൻ പറഞ്ഞു, യേശു എനിക്ക് സൗഖ്യം തന്നു. അപ്പോഴത്തേക്ക് നിലവിളിയുടെ വോളിയം കൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സംഗതികൾ വഷളായി. ഞാൻ 2 മാസം നാട്ടിൽ നിന്നു. അടുത്ത ആഴ്ച ഞാനിങ്ങനെ അന്വേഷിച്ചു, എവിടെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ. അങ്ങനെ എനിക്കൊരു കൂട്ടത്തെ പരിചയപ്പെട്ടു. ഞാൻ അടുത്ത ഞായറാഴ്ച ഒരു സൈക്കിളൊക്കെ തള്ളി ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്ന് വരെ എൻ്റെ ഒരു കാര്യങ്ങളും എൻ്റെ അമ്മ എന്നെ തടസ്സം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അന്ന് അമ്മ എന്നെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ നീ ഒരിക്കലും ഇതിന് പോകരുത്. കാരണം നീ വേറൊന്നും ഓർക്കരുത്, നിനക്ക് മൂത്ത 2 സഹോദരിമാരുണ്ട്. നീ ഒരു ചുവട് വെച്ചാൽ അവരുടെ വിവാഹം മുടങ്ങും. അതുകൊണ്ട് നീ ഇതിലേക്ക് എന്ത് ചെയ്യരുത്. ഞാനും ആലോചിച്ച് ശരിയാ. പക്ഷെ പെട്ടെന്ന് എൻ്റെ അകത്ത് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ ഈ വൈകുന്നേരം ഈ കോവിൽ വെള്ളവും പൂവൊക്കെ മാറ്റി വയ്ക്കുന്ന അമ്മേ. ഞാൻ പറഞ്ഞു, അമ്മേ ഈ സമുദ്രവും നദികളും എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന് അമ്മ കൊണ്ടുവയ്ക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളം വേണ്ട. ഈ ലോകത്തുള്ള എല്ലാ പുഷ്പങ്ങളിൻ്റെയും അതിൻ്റെ സുഗന്ധവും അനുഭവിക്കുന്ന സൃഷ്ടിച്ച ദൈവത്തിന് അതിൻ്റെ അമ്മ കൊണ്ടുവയ്ക്കുന്ന പൂവിൻ്റെ സുഗന്ധവും ചന്ദനത്തിരിയുടെ സുഗന്ധവും വേണ്ട. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിന് അമ്മ കത്തിക്കുന്ന നിലവിളക്കിൻ്റെ വെളിച്ചവും വേണ്ട. യഥാർത്ഥത്തിൽ അമ്മയെയാണ് ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല. ഞാൻ ആ യാത്ര പോയി കൂട്ടായ്മ ആചരിച്ചു. ഇന്നുവരെയും കർത്താവ് എന്നെ നടത്തുകയാണ്. ഹല്ലേലൂയ. 2 മാസം വീട്ടിലായിരുന്നു. എല്ലാവരോടും ദൈവവചനം പറഞ്ഞു. വീട്ടിലാകെ പ്രശ്നം.
അമ്മ ഒരു ഭാഗത്ത് കരയുന്നു, ചേച്ചിമാർ കരയുന്നു. ഒരു മരണ വീട് പോലായി എൻ്റെ വീട്. 2 മാസം ഞാൻ കഴിഞ്ഞ് പോയി. ഞാൻ കൂടെ കത്തെഴുതും യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ട്. എന്നാൽ എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ പോയി കഴിഞ്ഞിട്ട് ഈ അമ്മ ഈ കോവിലിൽ കയറുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അമ്മയുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഓരോ ദിവസം ഞാൻ കയറുമ്പോഴും ഇതിൻ്റെ ശബ്ദം കൂടി വരികയാണ്. അവസാനം എൻ്റെ ഹൃദയത്തിൽ ഈ ശബ്ദം താങ്ങാൻ പറ്റുന്നില്ല. ഞാനിതിലേക്ക് കയറിയാൽ എൻ്റെ ഹൃദയം പൊട്ടും, അത്രയും ഉച്ചത്തിലായി ഈ ശബ്ദം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. അമ്മ യേശുവിനെ രക്ഷകനായി അറിയാനിടയായി. ഞാൻ ചുരുക്കി പറയുകയാണ്, എൻ്റെ ഇളയ പെങ്ങൾ പിന്നെ രക്ഷിക്കപ്പെട്ടു. ഒത്തിരി പ്രതികൂലമുണ്ടായി. രാജസ്ഥാനിലെ ജോലി എനിക്ക് വിടേണ്ടി വന്നു. 96-ൽ 98 വരെ ഇങ്ങനെ എനിക്ക് സ്ഥിരമായിട്ടുള്ള ജോലി ഇല്ലാതായി. കാരണം ഭയങ്കര പ്രശ്നം. ഒന്ന് കാല് നിലത്ത് കുത്തിയിട്ട് വേണ്ട ഒരു സ്റ്റെപ്പ് എടുക്കാൻ എന്ന് പറയുന്നത് പോലെ വീട്ടിലാകെ പ്രശ്നം, നാട്ടിലാകെ പ്രശ്നം. അങ്ങനെ 98-ൽ കർത്താവ് എനിക്കൊരു ദർശനം തന്നു. അതോടുകൂടി ഞാൻ ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി. ഹല്ലേലൂയ. ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം വന്നു. ഇപ്പോഴും അതിൻ്റെയൊക്കെ അലകൾ ഒരുപാട് ഇപ്പോഴും ഉണ്ട് മുമ്പിൽ. എന്നാൽ മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നത് കൊണ്ട് കൃപയാൽ ഞങ്ങളെ നടത്തുകയാണ്. ഹല്ലേലൂയ. 2001 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് സൂസൻ എന്ന. കർത്താവ് 2 കുഞ്ഞുങ്ങളെ തന്നു. മോള് അബിയ, മോൻ അഭിഷേക്. മോൾക്ക് 19 വയസ്സായി. അവൾ ഇവിടെ തിരുവനന്തപുരത്ത് നിഷിൽ ഓഡിയോളജിക്ക് പഠിക്കുന്നു. മോൻ 10ാം ക്ലാസ് ഇപ്പോൾ പാസ്സായി. ഇനി അവൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇന്ന് അനേകർ ചിന്തിക്കുന്ന കണക്ക് ഇതെന്ത് കിട്ടും എന്നും പറഞ്ഞ് അന്വേഷിച്ചിറങ്ങുന്ന മാർഗമല്ല. ഇതെന്ത് ത്യജിക്കാം എന്ന് കരുതി അന്വേഷിച്ചിറങ്ങുന്ന മാർഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ജീവനെ നൽകുന്ന മാർഗമാണ്. ഇത് ജീവൻ്റെ മാർഗമാണ്. കോടികൾ ആസ്തി ഉണ്ടായിരുന്നാലും ഉണ്ടാക്കുന്നത് മുഴുവൻ ഇവിടെ കളഞ്ഞിട്ട് പോയേ മതിയാകൂ. എന്നാൽ ഒരു നേരം കഴിക്കാനുള്ള ആഹാരമേ ഉള്ളെങ്കിലും അഖിലാണ്ടത്തെ ചമച്ചവൻ ഉള്ളിലുണ്ടെങ്കിൽ, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് വെല്ലുവിളിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ നായകനായ യേശുവാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ ആഴത്തിലൊരു സമർപ്പണം നമുക്ക് ഈ നാളുകളിൽ ആവശ്യമാണ്. ദേശമേ, നാമും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. മറിച്ച് പലപ്പോഴും ദൈവത്തെ നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നോട് വിഷമമൊന്നും തോന്നരുതേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ യേശുക്രിസ്തു വിവരിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. അതായത് നമ്മെ വിളിച്ച ദൈവം നമ്മളെ വഴി നടത്തുവാൻ മതിയായവനാ. ഞാനൊരു സത്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 96-ൽ എൻ്റെ ജോലി വിട്ടു. 2001-ൽ ദൈവവേലയുടെ ബന്ധത്തിൽ 1 വർഷം കർത്താവ് എന്നെ ഖത്തറിലയച്ചു. അതേപോലെ 2007-ലും ദൈവവേലയുടെ ബന്ധത്തിൽ കർത്താവ് 1 വർഷം എന്നെ ഖത്തറിലയച്ചു. ബാക്കി സമയം മുഴുവൻ കർത്താവിൻ്റെ വേലയിലാണ്. അവിടെയും ജോലിയുടെ ബന്ധത്തിൽ ദൈവവേല ചെയ്തതാണ്.
ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരനറിയാം, നമ്മളവിടെ കൂടുന്നത് ഒരു ചെറിയ ലോക്കൽ സഭയിലാണ്. പ്രയർ ഫെലോഷിപ്പ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ആത്മീയ കൂട്ടായ്മ ഞങ്ങൾ കൂടി പോവുക. അതൊരു ചെറിയ കൂട്ടായ്മയാണ്. നമ്മളീ പറഞ്ഞോണം വലിയ പരിപാടികളൊന്നും അധികം ഇല്ലാത്ത ആളുകളുമാണ്. പക്ഷേ വിളിച്ച ദൈവം വിശ്വസയോടെ നടത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനീ പറഞ്ഞ എൻ്റെ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുകയാണ്. വീട്ടിലെ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം വീട്ടിൽ നിൽക്കാതെ 98 ഞാനിതേപോലെ എറണാകുളത്തൊരു സ്ഥലത്ത് കിടന്നാൽ മതി എന്നുള്ള തരത്തിലൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും അടുത്ത എന്നെ അവിടേക്ക് അയച്ച ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ മൂത്തമുള്ളൊരു പ്രൊഫസർ, അവരൊരു 400 രൂപ എൻ്റെ തന്നു. 400 രൂപ കൊണ്ട് ഒരു മാസം കഴിയണം. ഞാൻ പോയി പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു വലിയ ബ്രെഡും മേടിച്ചു, ജാമും മേടിച്ചു. ഒന്നാമത്തെ ദിവസം 3 നേരം ബ്രെഡും ജാമും, രണ്ടാമത്തെ ദിവസം 3 നേരം ബ്രെഡും ജാമും. അങ്ങനെ ബ്രെഡും ജാമും 4 ദിവസം വരെ നീണ്ടു. വലിയ ബുദ്ധിമുട്ടായി വയറിനും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉച്ചയ്ക്ക് വന്ന് ആഹാരം കഴിക്കും. ഞാൻ ആ സമയം ഉച്ചയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കും. 2 ബ്രെഡും ഇത്തിരി ജാമും കഴിക്കും. കാരണം തീർന്നു പോയ പൈസ ഇല്ലല്ലോ. 4-ാമത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടായി. ഞാനിങ്ങനെ ചിന്തിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, കർത്താവേ ഇച്ചിരി നല്ല ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. എന്തോ ഒരു മനുഷ്യൻ വലിയ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം ഇറച്ചി ചോദിക്കാൻ വേണ്ടി ഞാൻ അതപ്പതിച്ചു പോയല്ലോ എന്നൊരു കുറ്റബോധം എൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു, കർത്താവെ പൊറുക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷേ രാത്രിയായി ഇതേപോലെ ഒന്ന് മഴ ചാറിക്കൊണ്ട് നിൽക്കുന്ന സമയം, ഇതൊരു കുന്നിൻ്റെ മേളിലാണ്. ആ വഴി ആരും യാത്ര ചെയ്യത്തില്ല. കാരണം ഒരു ഭാഗം ഒരു ശ്മശാനമാണ്, മറ്റ് 2 ഭാഗം റബ്ബർ തോട്ടമാണ്, 3-ാമത്തെ ഭാഗം കിലോമീറ്റർ കണക്കിന് നീളത്തിയ വയലാണ്. ഇങ്ങനെ കിടക്കുക ഒരൊറ്റപ്പെട്ട കുന്നിൻ്റെ മേളിൽ. രാത്രി 8 മണിയായപ്പോൾ ആരോ വന്ന് ഗേറ്റിൽ മുട്ടുന്നു. ഞാൻ വിചാരിച്ചു ആരാ ഈ രാത്രിയിൽ വന്ന് ഇവിടെ മുട്ടാൻ. ഇതേപോലെ ചെറിയ മഴ, ഞാൻ കുടയും ഒക്കെ ആയിട്ട് വന്ന് ഗേറ്റിൻ്റെ അവിടെ നോക്കിയപ്പോൾ അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു സഹോദരൻ പുറത്ത് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു പാത്രമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തോ സഹോദര ഇത്? അത് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കുളിച്ച് ആഹാരം കഴിക്കാൻ അമ്മ ഇത് കൊണ്ടുവന്ന് എനിക്ക് വിളമ്പി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു സമ്മർദ്ദം, ഇത് സഹോദരൻ അല്പം കൊണ്ട് തരണമെന്ന്. എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, 3-4 ദിവസമേ ആയുള്ളൂ വന്നിട്ട്, ഈ മനുഷ്യൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമ്മർദ്ദം. അങ്ങനെ ഇദ്ദേഹം ഈ പാത്രം എനിക്ക് കൊണ്ടു തന്നു. ഞാനത് വാങ്ങി അദ്ദേഹത്തെ യാത്ര അയച്ചു. ഞാൻ മുകളിൽ പോയി എൻ്റെ റൂമിൽ പോയി ഞാൻ ആ പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നല്ല ചക്കക്കറിയും നല്ല ഇറച്ചിക്കറിയും വെച്ചത് ആ പാത്രത്തിലുണ്ട്. എലിയാവിൻ്റെ ദൈവം എന്നും ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു കെട്ടുകഥയല്ല ക്രിസ്തീയ ജീവിതം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ. മുമ്പേ അവിടുത്തെ രാജ്യനീതി അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി, സ്വന്തം മകനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് നൽകയില്ലയോ? നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായി തരാൻ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് വലിയൊരു ദർശനമുണ്ടാകണം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുത്തൻ വന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവ് എവിടെ പോയാലും ഞാൻ നിന്നെ അണിയും. കർത്താവ് പറഞ്ഞ്, അങ്ങോട്ട് വരണ്ട. ഇതാളെ കൂട്ടുന്ന മാർഗമല്ല, ഇത് എണ്ണം കൂട്ടുന്ന മാർഗമല്ല. എണ്ണം കൂടിയിട്ട് കാര്യമില്ല, കൂടണ്ടെന്നല്ല. അനേകർ യേശുവിനെ അറിയണം. പക്ഷേ അറിഞ്ഞു വരേണ്ടത് എന്ത് കിട്ടുമെന്ന് കരുതിയല്ല. ഒരുവൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി, എൻ്റെ പാപങ്ങളെ കഴുകുവാൻ അവസാന തുള്ളി ചോരയും ചൊരിഞ്ഞു. സ്വന്തം ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. റോമാലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായം, നമ്മൾ റോമർ 5-ാമത്തെ അധ്യായം 2 കൊരിന്ത്യർ 5-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായിട്ട് മരിച്ചവനായിട്ട് തന്നെ ജീവിക്കുന്നു. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്കൊരുവൻ മരിച്ചു.
അവിടുന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കാൽവരി ക്രൂശിൽ യേശു മരിച്ചത് എനിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാനും യേശുവിനോടൊപ്പം മരിച്ചു. എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ അരുമനാഥന് വേണ്ടി. അതാണ് ക്രിസ്ത്യ ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നത്. അവിടെയാണ് പൗലോസ് പറയുന്നത് പോലെ ഹേ മരണമേ ഇതിൻ്റെ ജയം എവിടെ എന്ന് പറയാൻ നമുക്ക് യോഗ്യത കിട്ടുന്നത്. നമ്മുടെ കഴിവല്ല, നമ്മുടെ ഗുണമല്ല. യേശു ജീവിച്ചതുപോലെ അതിൻ്റെ 100 കോടിയിലൊരു അംശം പോലും ജീവിക്കാൻ നമുക്ക് ആർക്കും കഴിയത്തുമില്ല. പക്ഷേ നമ്മളെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അവിടെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അനുസരിച്ച് നാം മുമ്പോട്ട് ജീവിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് ബോധ്യം വരുത്തും. ഈ കാലത്ത് ഒരുപാട് ഉപദേശങ്ങളുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ചിലർ പറയുന്ന ശക്തിയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഒരു ശക്തിയും സൃഷ്ടി നടത്താറില്ല. സുനാമി വന്നു ഒരു ബിൽഡിങ്ങും വെച്ചിട്ട് പോയിട്ടില്ല, ഉള്ള ബിൽഡിങ് തകർത്തിട്ടേ പോയിട്ടുള്ളൂ. അതേപോലെ ഭൂമി കുലുക്കം വന്ന് ഒരു വീടും പണിതിട്ടില്ല, ഉള്ള വീട് കളഞ്ഞിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, ശക്തിയുള്ളൊരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാ. സകല സത്യത്തിലും വഴി നടത്തുവാൻ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ ഉപദേശിക്കുവാൻ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ വഴികളെ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ, വിട്ടൊഴിയേണ്ടുന്ന വഴികളെ വിട്ടൊഴിയുവാൻ നമ്മളെ ശക്തീകരിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ഒരുക്കി പ്രാണപ്രിയൻ്റെ 2ാമത്തെ വരവെങ്കിൽ നമ്മളെ ഒരുക്കി വിശുദ്ധ കന്യകയായി നമ്മെ ഓരോരുത്തരെയും ചേർത്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കന്യകയായി നമ്മളെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവമാണ്. വ്യക്തിത്വമുള്ള ശക്തിയുള്ള സാക്ഷാൽ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആഴത്തുള്ളൊരു സമർപ്പണം നമുക്കുണ്ടാകട്ടെ. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലിനായി കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, കുരുടരെ നടക്കുമാറാക്കി. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുപ്പിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഞാൻ മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കാനല്ല. ഹല്ലേലൂയ. ദാനമായി ലഭിച്ചു, ദാനമായി കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോഴൊരു കൂട്ടർ പറയുന്നുണ്ട്, കർത്താവേ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്രവചിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഭൂമിയിലായിരുന്നപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കിയത് യേശുവിൻ്റെ നാമത്തിലാണ്, രോഗികളെ സൗഖ്യമാക്കിയത് യേശുവിൻ്റെ നാമത്തിലാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശുവിൻ്റെ നാമത്തിലാണ്. പക്ഷേ കർത്താവിൻ്റെ വിളി ഇതാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. കാര്യമെന്താണ്? പാറമേൽ വീട് പണിയണം. വചനം കേട്ട് അതിനു വേണ്ടി ജീവിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഹല്ലേലൂയ.
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഹല്ലേലൂയ. ഇത് പണം ഉണ്ടാക്കുന്നൊരു മാർഗമല്ല, പേരും പ്രശസ്തി അംഗീകാരം ഉണ്ടാക്കുന്നൊരു മാർഗമല്ല, ഇത് നിത്യജീവൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 5 അപ്പവും 5000 കൊണ്ട് അനേകരെ പോഷിപ്പിച്ചു. 5000 പുരുഷന്മാർ, അതിൻ്റെ സ്ത്രീകൾ, അതിൻ്റെ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. പിറ്റേന്നും പുരുഷാരെ യേശുവിനെ തേടി വന്നു. യേശുവിനെ തേടി വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വന്നത്, ഇന്നലെ അപ്പം നിന്നതുകൊണ്ട് ഇന്ന് എന്നെ തേടി വന്നതാ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തു സംസാരിച്ച വചനങ്ങൾ അത് സാക്ഷാൽ ആത്മാവും ജീവനുമാണ്. ഇത് കേട്ടപ്പോൾ എല്ലാം പോയി. 5000 പുരുഷന്മാരും പോയി, അതിൻ്റെ സ്ത്രീകളും പോയി, അതിൻ്റെ കുഞ്ഞുങ്ങളും പോയി. അവസാനം ശിഷ്യന്മാർ മാത്രം ശേഷിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ചോദ്യം ഒന്നും ചോദിക്കത്തില്ല, ഞാൻ ചോദിക്കത്തില്ല കേട്ടോ. നമ്മളപ്പോഴേ ഒരു ടെൻ്റ് അടിച്ചെടുത്ത പരിപാടി അങ്ങ് തുടങ്ങും അല്ലേ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, കാതലായ വിഷയം, എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും. പുരുഷാരം വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവസാനം കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും വിട്ടുപോകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞൊരു മറുപടിയുണ്ട്, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിന്റെ പക്കൽ നിത്യജീവൻ്റെ മൊഴികളുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി ദേശമേ ഓർക്കുക, ഇത് നിത്യജീവൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. ഒടുക്കലത്തെ ശത്രുവായ മരണത്തെ തോൽപ്പിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ നസ്രായനായ യേശു ക്രിസ്തുവാണ്. ഞങ്ങളിവിടെ ഘോഷിക്കുന്ന സുവിശേഷം വേറൊന്നിനും വേണ്ടിയല്ല. പണമുണ്ടെങ്കിലും പാരമ്പര്യമുണ്ടെങ്കിലും എന്ത് പദവിയുണ്ടെങ്കിലും ഒരു നാൾ മരണം തേടി വരും. മരണത്തെ വെല്ലുവിളിക്കുവാൻ യാതൊന്നും കൊണ്ട് സാധ്യമല്ല. എന്നാൽ ഈ രാത്രിയിൽ മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവനെ രക്ഷകനും കർത്താവും പാപമോചകനുമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഈ ദൈവവചനത്തിന് മുമ്പാകെ ജീവിതം സമർപ്പിച്ച് അവിടുത്തേക്കായി ചൂടോടെ വയ്ക്കുവാൻ ഒരുക്കമെങ്കിൽ ഹല്ലേലൂയ, മരണം അവസാനമല്ല, മറിച്ച് മരണം പുനരുത്ഥാനത്തിലേക്കുള്ള വാതിലായിട്ട് മാറ്റുവാൻ പുനരുത്ഥാനത്തിൻ്റെ നായകനായ യേശു ക്രിസ്തു മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദപരിധി ഞങ്ങളെ കേൾക്കുന്ന ദേശമേ, ഹല്ലേലൂയ, ഞങ്ങളിവിടെ ഘോഷിക്കുന്നത് ഹല്ലേലൂയ മരണത്തിന് അതീതമായൊരു ജീവിതത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഹല്ലേലൂയ ജീവനെ തരുവാനാണ്, സമൃദ്ധിയായ ജീവനെ തരുവാൻ, മരണം കൊണ്ട് പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത ജീവനെ തരുവാൻ. ഹല്ലേലൂയ. അതിനെ താങ്കൾക്കൊന്ന് സമർപ്പിക്കാമോ? കടഭാരത്തിൽ ആത്മഹത്യയുടെ ചിന്തയിലായിരിക്കുന്ന സ്നേഹിത, ആത്മഹത്യ പരിഹാരമല്ല. ഹല്ലേലൂയ. താങ്കൾക്ക് സമാധാനം തരുവാൻ യേശുക്രിസ്തു മതിയായവൻ. ഹല്ലേലൂയ. താങ്കളുടെ രോഗം എന്തുമായിക്കൊള്ളട്ടെ, അവിടുത്തേക്ക് അതിന് പരിഹാരം വരുത്തുവാൻ പ്രാപ്തനായവൻ. ഞങ്ങൾ ഈ ഹല്ലേലൂയ ഒരുമിച്ച് ഞങ്ങളൊരു ആഹ്വാനം തരികയാ. ഈ രാത്രിയിൽ നിങ്ങൾക്ക് സ്നേഹവാന്റെ മുമ്പിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമോ? അവിടുന്ന് സകലത്തിനും മതിയായവൻ. എന്നാൽ നാം അതിലല്ല പ്രത്യാശ വയ്ക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അനുഭവം തരുമ്പോൾ ആ അനുഭവത്തിൻ്റെ ദാതാവായ യേശുവിനെ രക്ഷകനും കർത്താവും പാപമോചനമായി സ്വീകരിച്ച് ജീവിതം സമർപ്പിച്ച് നിത്യജീവൻ ഉടമയായി തീരുവാൻ താങ്കൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഒന്ന് സമർപ്പിക്കാമോ സ്നേഹിത? ഒന്ന് പറയാമോ? ഇതൊരു മതം മാറ്റമല്ല, ഇത് ജീവന്റെ മാർഗമാണ്. എല്ലാ സ്നേഹത്തിൻ്റെ ബന്ധവും കുഴിമാടം വരെ എത്തുകയുള്ളൂ. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് മരിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. ഭർത്താവിന് പകരം ഭാര്യ മരിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. അതിന് കഴിയുകയുമില്ല പലപ്പോഴും. എന്നാൽ ഇവിടെ ഇതാ, നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്നേഹിച്ച് ജീവനെ തന്നൊരുവൻ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹവാന് വേണ്ടി ജീവിതം ഒന്ന് കൊടുക്കാമോ? ഹല്ലേലൂയ. എന്റേതെല്ലാം നീ
രക്തബന്ധത്തിന് പുറത്ത് സ്നേഹിക്കുമ്പോൾ ഇവിടെ ഇതാ ഉപാധികളില്ലാതെ സ്നേഹിച്ചൊരുവൻ താങ്കളെ വിളിക്കുകയാണ്. സ്നേഹിക്കാമോ? മാനമല്ല നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി. എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ സമർപ്പണത്തെ ഒന്ന് പുതുക്കാം. ഈ രാത്രി ഒന്ന് ഏറ്റു പറയാ, ഞാനങ്ങെ സ്നേഹിക്കുക നാഥ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തരികയാണ്. അഖിലാണ്ടത്തെ ചമച്ചവൻ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നല്ലോ. അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയല്ലോ. അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടല്ലോ. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റു തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ പോറ്റും. എല്ലാ കണ്ണുകളും നടയട്ടെ. ദേശമേ, സ്നേഹദാനന്റെ മുമ്പാകെ ജീവിതം സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ഈ ശബ്ദപരിയിൽ ആരെങ്കിലും അങ്ങേ സ്വീകരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഹല്ലേലൂയ അങ്ങയ്ക്ക് വേണ്ടി കർത്താവേ ഹല്ലേലൂയ ഹൃദയത്തെ വിട്ടുകൊടുക്കുന്നെങ്കിൽ ഒന്നേറ്റു പറയാമോ? ഞാനൊരു പാപിയാണ് നാഥ. എന്റെ പാപത്തിന്റെ ശിക്ഷ മരണമാണ്, അത് നിത്യ നരകമാണ്. അവിടുത്തെ അവസാന തുള്ളി ചോര എനിക്ക് വേണ്ടി ചൊരിഞ്ഞല്ലോ നാഥ. ഞാൻ അങ്ങേ സ്നേഹിക്കുകയാ. അങ്ങന്റെ ഉള്ളത്തിലേക്കൊന്ന് വരണമേ. അങ്ങന്റെ ഹല്ലേലൂയ ഹൃദയത്തിലൊന്ന് വസിക്കണമേ. എന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് അങ്ങ് മാറ്റം വരുത്തണമേ. നിത്യശാന്തി സമാധാനം എന്റെ ഹൃദയത്തിൽ അങ്ങ് പകരണമേ. ഞങ്ങളെ തരികയാ നാഥ. എത്ര പേര് രാത്രിയിലൊന്ന് പറയും? ഓർക്കുക, ഹല്ലേലൂയ, മരണം ഒരു സത്യമാണ്. എന്നാൽ അതിനെ ജയിക്കുവാൻ ഒരുവനേ ഉള്ളൂ. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ക്രിസ്തു. അവിടുന്ന് പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതേ സ്നേഹിത, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഒരു ദൃഢനിശ്ചയമുണ്ടാകട്ടെ. ഈ കാണുന്നതെല്ലാം മായയാ. ഈ ഭൂമി പോലും തീക്കായി ദൈവത്തിനെ സൂക്ഷിച്ചിരിക്കുകയാ. എന്നാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ പ്രാണപ്രിയനെ ചേർക്കുവാൻ, ഒപ്പം ചേർക്കുവാൻ, ഒപ്പം കൂടുവാൻ, ആ വരവെങ്കിലും എഴുന്നേൽക്കുവാൻ എത്ര പേര് സമർപ്പിക്കും? കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പാപത്തെ മോചിപ്പിക്കുവാൻ അധികാരമുള്ളവനെന്ന് ദേശം അറിയുവാൻ അനേകർ നിത്യജീവന്റെ നിർണയം പ്രാപിക്കട്ടെ. അനേകർ അങ്ങയ്ക്ക് വേണ്ടി ചുവട് വയ്ക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനേകർ കൃപയിലേക്ക് വരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാ വ്യക്തിയുടെ ഹൃദയങ്ങളിൽ പരിവർത്തിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ ആദ്യം കേട്ടതുപോലെ അങ്ങ് അയച്ച വചനം അതതിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് മടങ്ങി വരുന്ന വചനമാണ്. അതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. എല്ലാത്തിനെയും നന്ദി, മഹത്വം അങ്ങെടുക്കണം രാജാവേ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ.